ജലനിരപ്പ് ഉയരുന്നതിനാൽ 9 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മൂഴിയാർ ഡാം, പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി, ബാണാസുരസാഗർ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വിവിധ നദികളിലും മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സനീസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനീസ, ഇതിനോടകം തന്നെ 2 ഡാമുകളിൽ ഇന്ന് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കൂടുതൽ ഡാമുകളിൽ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? വരും ദിവസങ്ങളിലും മഴ കനക്കുമല്ലോ. അതെ അമൃത, സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട് കൊണ്ടുള്ള മഴയായതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ നദികളിലും ഡാമുകളിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ 9 ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാം, ഇടുക്കിയിലെ കല്ലാർകുട്ടി, പൊന്മുടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ പെരിങ്ങൽകുത്ത്, കോഴിക്കോട് കുറ്റ്യാടി ഡാം, അതുപോലെ തന്നെ വയനാട് ബാണാസുരസാഗർ ഡാം, ഈ 9 ഡാമുകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡാമിന് തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും സാഹചര്യം മുൻനിർത്തി സമീപ പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിലേക്കോ മാറണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് മഴ കനത്ത ഒരു സാഹചര്യമാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ്. ഈ ന്യൂനമർദ്ദം മറ്റ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് മേഖലകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒഡീഷ തീരത്തിന് മുകളിലും മറ്റൊരു ന്യൂനമർദ്ദമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരുന്ന 2 ദിവസം ശക്തമായ മഴ ഉണ്ടാവാനുള്ള സാഹചര്യമാണ്. ഇനിയും ജലനിരപ്പ് ഉയരുന്ന ഡാമുകളിലും നദികളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ്. ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉള്ളത്. അമൃത.